ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ കിറ്റ് ആണ്. CVPയുടെ കത്തീഡ്രൈസേഷനും CVP മോണിറ്ററിങ്ങും നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കാണാട്ടോ, എന്റെ ചാനലിലുണ്ട്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആദ്യം നമ്മുടെ മുന്നേ എടുത്ത 2 വീഡിയോസിനെ പറ്റി പറയാം. CVP കത്തീറ്ററൈസേഷനും CVP മോണിറ്ററിങ്ങും ആണ് നമ്മൾ എടുത്തത്. അതിൽ ഏതൊക്കെ കത്തീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് കത്തീറ്റേഴ്സ് ഒക്കെ നമ്മൾ അതില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണുക കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി പത്രം പോലെയാണ് ഈ വീഡിയോ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ 2 വീഡിയോ വളരെ ചെറിയ വീഡിയോസ് ആണ്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതില് ട്രിപ്പിൾ ലൂമൻ കിറ്റിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. നമുക്ക് ഡബിൾ ലൂമൻ കിറ്റും ഉണ്ട്, ട്രിപ്പിൾ ലൂമൻ കിറ്റും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ ഏത് കത്തീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണുള്ളത് എന്നതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി അത് അറിയാൻ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, CVP സെറ്റ് ആണ് നമുക്ക് CVP കത്തീഡ്രൈസേഷൻ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ആ CVP സെറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് CVP ട്രേ, അതിനകത്ത് 2 ബൗൾസ് ഉണ്ടാകും. ഒന്ന് ബീറ്റാഡിന് വേണ്ടിയിട്ടും ഒന്ന് NSന് വേണ്ടിയിട്ടും ആയിരിക്കും. നോർമൽ സലൈൻ ഒഴിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കും. ദെൻ സ്പഞ്ച് ഹോൾഡർ ഉണ്ടാകും, നീഡിൽ ഹോൾഡർ ഉണ്ടാകും, ഒരു ഹോൾ ടവൽ ഉണ്ടാകും, ഗൗൺ ഉണ്ടാകും. ചിലയിടത്തുള്ള സെറ്റുകൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. ചിലയിടത്ത് അനസ്തേഷ്യ ടെക്നീഷ്യൻസ് ആയിരിക്കും ഈ സെറ്റ് ഉണ്ടാക്കുക, ചില സ്ഥലത്ത് CSSD ടെക്നീഷ്യൻസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതൊക്കെ ഹോസ്പിറ്റൽസിന്റെ രീതി അനുസരിച്ച് മാറും കേട്ടോ. അതുപോലെ തന്നെ കത്തീഡ്രൈസേഷൻ ചെയ്യാൻ നിൽക്കുന്ന അനസ്തറ്റിസ്റ്റ് ആയാലോ അല്ലെങ്കിൽ അനസ്തേഷ്യ PG ആയാലോ അവർക്ക് വേണ്ട സാധനങ്ങൾ, ഗ്ലൗസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടതായിരിക്കും. ഇനി അതിനകത്തുള്ളതെന്ന് പറയുന്നത് സെൻട്രൽ വീനസ് കത്തീറ്റർ ആണ്. 7 FR ആണ് വരുന്നത്, 7 ഫ്രഞ്ച്. അത് സെൻട്രൽ വീനസ് കത്തീറ്റർ എന്ന് പറയുന്നത് തിൻ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അതോടൊപ്പം തന്നെ ലോങ്ങും ആയിരിക്കും. ദെൻ വെസൽ ഡയലേറ്റർ, അത് 8 ഫ്രഞ്ച് ആണ്. ദെൻ J വയർ ഉണ്ടാകും, ഗൈഡ് വയർ 0.03 J × 45 സെന്റിമീറ്റർ ആണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ കറക്റ്റ് കാൽക്കുലേഷൻ ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്തുള്ള ഒരു ട്രിപ്പിൾ ലൂമൻ കിറ്റ് എടുത്ത് അതിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്, അതിന്റെ സൈസസ് എന്തൊക്കെയാണ്, അത് നോക്കിയിട്ട് അതിനെയാണ് ഞാൻ ഈ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ കാണാപ്പാടെ പഠിക്കണം എന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റൽസിലുള്ള ട്രിപ്പിൾ ലൂമൻ കിറ്റാണോ ഡബിൾ ലൂമൻ കിറ്റാണോ അത് നോക്കുക, അതിന്റെ സൈസും കാര്യങ്ങളും ഫ്രഞ്ചും ഒക്കെ നോക്കി വേണം പഠിച്ചു വെക്കേണ്ടത്. കാരണം ഇത് പഠിക്കണം എന്ന് പറയാനുള്ള റീസൺ വൈവയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫ്യൂച്ചർ റിങ്സ് ഉണ്ടാകും, ട്രിപ്പിൾ ലൂമൻ കത്തീറ്റർ ഉണ്ടാകും, സിറിഞ്ച് ആൻഡ് ഇൻട്രൊഡ്യൂസർ നീഡിൽ ഉണ്ടാകും. ഇനി 8th പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൽ 16 ഗേജ് വൈറ്റ് ഇൻ കളർ ആണ്. 4020 ml per hour. 1 hourൽ 4020 ml പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി 8th പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൽ 16 ഗേജ് വൈറ്റ് ഇൻ കളർ ആണ്. 4020 ml per hour ആണ്. 1 hourൽ 4020 ml പാസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോക്സിമല് 18 ഗേജ് ആണ്, ബ്ലൂ ഇൻ കളർ ആണ്. 1740 ml per hour ആണ്. ദെൻ മീഡിയൽ 18 ഗേജ് ആണ്, യെല്ലോ 1680 ml per hour ആണ്. അപ്പോൾ ഡിസ്റ്റൽ, പ്രോക്സിമൽ, മീഡിയൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്ന കത്തീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓരോന്നിൽ കൂടി എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത് എന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ഓരോ ഡ്രഗ്സും, അതായത് ഇപ്പൊ ഡിസ്റ്റൽ വഴി നമ്മളൊരു മസിൽ റിലാക്സന്റ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോക്സിമൽ വഴി നമ്മൾ പ്രൊപ്പഫോൾ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഡ്രഗിന്റെ ന്യായം അതില് ഒരു എന്താ പറയാ, നമ്മളൊരു മൈക്രോപോറിൽ എഴുതി അതിന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഇനി ഇതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ഡ്രഗ് ഇൻഫ്യൂഷൻ, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. CVP ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്, CVP മോണിറ്ററിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ്റനൻസ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ബ്ലഡ്, ന്യൂട്രിയൻസും ബ്ലഡും ഒക്കെ നമുക്ക് പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നോർമൽ CVP എത്രയാണെന്ന് നോക്കാം. 3 to 10 സെന്റിമീറ്റർ H2O, 2 to 8 mm HG ആണ്. CVP ഏരിയാസ്, നമുക്ക് എവിടെയൊക്കെ CVP കത്തീഡ്രൈസേഷൻ ചെയ്യാന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ CVP കത്തീഡ്രൈസേഷൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ അതോടൊപ്പം ഒന്ന് കാണുക. നെക്കിൽ നമുക്ക് ചെയ്യാം. നെക്കിലാണെങ്കിൽ നമുക്ക് ഇന്റേണൽ ജുഗുലാർ വെയിൻ ആണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. ഇന്റേണൽ ജുഗുലാർ വെയിൻ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു എന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു.
ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വൈവിക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം എനിക്ക് വൈവിക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നോട് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ കോളർ ബോൺ ഓർ ചെസ്റ്റ് ആണെങ്കിൽ സബ്ക്ലേവിയൻ വെയിൻ ആയിരിക്കും. ദെൻ ആമിലാണെങ്കിൽ പെരിഫറലി ഇൻസേർട്ടഡ് സെൻട്രൽ കത്തീറ്റർ തിക് ലൈൻ ആയിരിക്കും. ദെൻ ഫെമറൽ വെയിനിലും നമുക്ക് CVP കത്തീറ്ററൈസേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക് ആണ്. അപ്പോൾ CVP കത്തീറ്ററൈസേഷനും CVP മോണിറ്ററിങ്ങും കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക കേട്ടോ. അതിലാണ് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് സെക്ഷനിൽ ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി ഏതൊക്കെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.